അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വ ഹബീബിനാ മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ വ അലാ മൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സത്യാന്വേഷികളായ സഹോദരങ്ങളെ, തൗഹീദുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല. അതുകൊണ്ട് അവനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അവന് മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ. അള്ളാഹുവിനെയാണ് നാം ആത്യന്തികമായി ആശ്രയിക്കേണ്ടത്. എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹുവിൽ നിന്നാണ്. അള്ളാഹു നൽകിയതിനെ തടുക്കുവാനോ അള്ളാഹു തടുത്തതിനെ നൽകുവാനോ മറ്റാർക്കും സാധ്യമല്ല. എനിക്ക് അള്ളാഹു മതി ഭരമേൽപ്പിക്കുവാൻ. ഇങ്ങനെ തുടങ്ങി തൗഹീദിനെ ശരിക്കും മനസ്സിലാക്കി ഉൾക്കൊണ്ട ആളുകൾ, അവരിൽ കാണപ്പെടേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ് അവർ സൃഷ്ടികളെ അമിതമായി ആശ്രയിക്കുകയില്ല, വളരെ നിർബന്ധിതമായ സാഹചര്യങ്ങളിലല്ലാതെ. മറിച്ച് അവർ സ്വയം പര്യാപ്തരായിരിക്കും. കഴിവിൻ്റെ പരമാവധി തൻ്റേതായ കാര്യങ്ങൾ അവർ സ്വയം തന്നെ പരിശ്രമിച്ച് അധ്വാനിച്ച് കണ്ടെത്തുന്നവരായിരിക്കും. അതുകൊണ്ടാണ് മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ ഇപ്രകാരം കാണാം. എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന? അല്ലാഹുമ്മ കമാ സുൻത വജ്ഹി അനി സുജൂദി ലിഗൈരിക് ഫസുൻഹു അനിൽ മസ്അലതി ലിഗൈരിക്. അല്ലാഹുവേ, നീ എൻ്റെ മുഖത്തെ നീയല്ലാത്ത മറ്റൊരാൾക്ക് സുജൂദ് ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് സംരക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ അല്ലാഹുവിൻ്റെ മുന്നിലല്ലാതെ സുജൂദ് ചെയ്യുന്നില്ല, അവനോടല്ലാതെ പ്രാർത്ഥിക്കുന്നില്ല, അവനെ അല്ലാതെ ആരാധിക്കുന്നില്ല. എങ്കിൽ അല്ലാഹുവേ, അതേപോലെ നീ എന്നെ സംരക്ഷിക്കണം മറ്റൊരാളോട് ചോദിക്കുന്നതിൽ നിന്ന്, മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടുന്നതിൽ നിന്ന്, മറ്റുള്ളവരെ ആശ്രയിക്കുന്നതിൽ നിന്ന് നീ എന്നെ സംരക്ഷിക്കണേ റബ്ബേ. കാരണം ഞാൻ നിനക്ക് മാത്രമേ സുജൂദ് ചെയ്യുന്നുള്ളൂ, നിന്നോട് മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ. എങ്കിൽ മറ്റൊരാളെ ആശ്രയിക്കാതെ സ്വയം പര്യാപ്തതയോടുകൂടി ജീവിക്കുന്ന ഒരു സാഹചര്യം, സൗകര്യം നീ എനിക്ക് ഉണ്ടാക്കി തരണമേ റബ്ബേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. സമാനമായ പ്രാർത്ഥനകൾ സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വന്തം വകയുള്ള ഒരാശയമല്ല അത്. കാരണം അദ്ദേഹം തന്നെ ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിർവഹിക്കുന്ന പ്രാർത്ഥന, ആ പ്രാർത്ഥനയുള്ളത് ഇപ്രകാരമാണ്: അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക്. അല്ലാഹുവേ, നീ അനുവദിച്ചതിൽ നീ എനിക്ക് സംതൃപ്തിയും മതിയായ അവസ്ഥയും നൽകണമേ. അൻ ഹറാമിക്ക, നീ നിഷിദ്ധമാക്കിയതിനെ തൊട്ട്. എന്ന് പറഞ്ഞാൽ നീ നിഷിദ്ധമാക്കിയ എല്ലാ കാര്യങ്ങളെയും ഉപേക്ഷിച്ച് ഹലാലായതിൽ മാത്രം സംതൃപ്തിപ്പെടുന്ന, ഹലാലായതിനെ മാത്രം ആശ്രയിക്കുന്ന ഒരവസ്ഥ നീ എനിക്ക് നൽകണമേ. വ അഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക്. നിൻ്റെ ഫദ്ല് കൊണ്ട്, അനുഗ്രഹം കൊണ്ട് നീ എനിക്ക് ധന്യത നൽകണമേ. മറ്റൊരാളെ ആശ്രയിക്കുന്ന അവസ്ഥയിൽ നിന്ന് നീ എന്നെ സംരക്ഷിക്കണമേ. അപ്പോൾ അല്ലാഹുവേ, എനിക്ക് നിൻ്റെ ഫദ്ല് മതി, നിൻ്റെ ഔദാര്യം മതി. അതുകൊണ്ട് മറ്റൊരാളെ ആശ്രയിക്കുന്ന, അവരുടെ ഫദ്ലിനെ പ്രതീക്ഷിക്കുന്ന അവസ്ഥയിൽ നിന്ന് നീ എന്നെ സംരക്ഷിക്കണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥനയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ റഹ്മാനായ റബ്ബിനോടുള്ള ആ പ്രാർത്ഥനയിലുള്ള ആശയം തന്നെയാണ് ഇവിടെ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. മറ്റുള്ളവരെ ആശ്രയിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറി അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ തേടുക, റഹ്മാനായ റബ്ബിലേക്ക് പ്രതീക്ഷകൾ അർപ്പിക്കുക. വ ഇലാ റബ്ബിക ഫർഗബ് എന്നാണല്ലോ. നിൻ്റെ റബ്ബിനോട് നിൻ്റെ ആവശ്യങ്ങൾ പറയുക, നിൻ്റെ സങ്കടങ്ങൾ പറയുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആശ്രയിക്കുക. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം. ഔഫ് ബിൻ മാലിക് അൽ അഷ്ജഇ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില സ്വഹാബികൾക്ക് അവരോട് ബൈഅത്ത് ആവശ്യപ്പെട്ട സന്ദർഭത്തിൽ ഒരു പ്രത്യേക കാര്യം വളരെ പതുക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതെന്താണത്? അവരോട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, വലാ തസ്അലുന്നാസ ഷൈഅ. നിങ്ങൾ ജനങ്ങളോട് ഒന്നും ചോദിക്കരുത്, നിങ്ങൾ ജനങ്ങളോട് ഒന്നും ചോദിക്കരുത്. ഇത് പ്രവാചകൻ പതുക്കെ പറയാനുള്ള കാരണം, നമുക്കറിയാം മനുഷ്യൻ എന്നുള്ളത് പരസ്പരം സഹകരിച്ചും ആശ്രയിച്ചും ജീവിക്കേണ്ടവർ തന്നെയാണ്, ഒരു സംശയവുമില്ല. ഇസ്ലാം അതിനെ എതിർക്കുന്നില്ല. നമുക്ക് അങ്ങനെ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടുന്ന, മറ്റുള്ളവരുടെ സഹായം തേടേണ്ടുന്ന ആവശ്യങ്ങളുണ്ടാകും. അത് പക്ഷേ ഒരു മുക്കാഫത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം നടക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും. അതുകൊണ്ട് തന്നെ ഒരാൾക്കും മറ്റൊരാളുടെ മേൽ ഒരു പ്രത്യേകമായ
ഒരധികാരമുണ്ടാകുന്ന ഒരവസ്ഥ വരാത്ത വിധത്തിൽ, മറ്റൊരാളുടെ മുമ്പിൽ താഴ്ന്നു നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാത്ത രൂപത്തിലായിരിക്കണം അത്. അതാണ് വതആവനു അലൽ ബിർരി വത്തഖ്വ, പുണ്യത്തിലും തഖ്വയിലും നിങ്ങൾ പരസ്പരം സഹായിക്കണം. അപ്പോൾ ഇങ്ങോട്ട് ചെയ്യുന്നു അങ്ങോട്ടും ചെയ്യുന്നു, അങ്ങനെ അത് സമാസമമാകുന്ന ഒരവസ്ഥ ഉണ്ടാകണം. ആ നിലക്കാണ് മനുഷ്യർക്കിടയിലുള്ള ആശ്രയത്വം ഉണ്ടാകേണ്ടത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾക്കൊരാൾ ഉപകാരം ചെയ്താൽ നിങ്ങൾ തിരിച്ച് അങ്ങോട്ടും തത്തുല്യമായ ഉപകാരം ചെയ്യണം. അതിന് നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ധാരാളമായി ദുആ ചെയ്യണം, അതതിന് പകരമാകുമെന്നാണ്. അപ്പോൾ ആ നിലക്ക് ദുആ ചെയ്തുകൊണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങോട്ട് ചെയ്തതിന് പ്രത്യുപകാരം ചെയ്യണം. ആ നിലക്കുള്ളൊരു അവസ്ഥയായിരിക്കണം ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരാളും മറ്റൊരാളുടെ മേലെയോ മറ്റൊരാളുടെ താഴെയോ ആകുന്ന അവസ്ഥ ഉണ്ടാകുന്നില്ല. ആ നിലക്ക് നമ്മൾ ആശ്രയിക്കേണ്ടത് ആരെ മാത്രമാണ്? അള്ളാഹുവിനെ മാത്രമാണ്. അള്ളാഹു എപ്പോഴും നമ്മുടെ മേലെയാണ്. നാം ഫക്കീറുകളാണ്, അള്ളാഹുവാണ് ഗനിയായിട്ടുള്ളവൻ. അതുകൊണ്ട് ഈ ഒരു മാനസികാവസ്ഥ തൗഹീദിൻ്റെ ആളുകൾക്കുണ്ടാകണം. മറ്റുള്ളവരുടെ മുന്നിൽ താഴ്ന്നു പോകുന്ന ഒരു അവസ്ഥ തൗഹീദിൻ്റെ ആളുകൾക്ക് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അമിതമായി ആളുകൾ ആശ്രയിക്കുക, തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ മറ്റുള്ളവരുടെ സഹായം തേടുക, അങ്ങനെ സ്വയം മടിയന്മാരായി പോകുന്നൊരവസ്ഥ ഉണ്ടാവരുത്. നാം തന്നെ കഴിവിൻ്റെ പരമാവധി നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്യണം. ഔഫ് ബിൻ മാലിക് അൽ അശ്ജഈ റളിയല്ലാഹു അൻഹു പറയുകയാണ്, വലാ തസ്അലുന്നാസ ഷൈഅൻ, നിങ്ങൾ ജനങ്ങളോടൊന്നും ചോദിക്കരുത് എന്ന് പ്രവാചകൻ പറഞ്ഞതിന് ശേഷം ആ ബൈഅത്ത് സ്വീകരിച്ച ആളുകളൊക്കെ ഒട്ടകപ്പുറത്ത് നിന്ന് ഒരു ചാട്ടവാറോ അല്ലെങ്കിൽ മറ്റോ നിലത്ത് വീണുപോയാൽ അത് എടുത്തു തരാൻ അവർ മറ്റൊരാളോട് പറഞ്ഞിരുന്നില്ല. അവർ തന്നെ ഇറങ്ങിയെടുക്കും. നമുക്കറിയാം, ഇന്ന് പല കാര്യങ്ങളും നമുക്ക് സ്വയം ചെയ്യാൻ പറ്റുമെങ്കിലും പലരും മറ്റുള്ളവരെ ആശ്രയിക്കുകയാണ്. എല്ലാം മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന സ്വയം മടിയന്മാരായിത്തീരുന്നൊരവസ്ഥ അതൊരിക്കലും ഉണ്ടാവരുത്. അതേപോലെ തന്നെ പണിയെടുക്കുവാൻ, ജോലി ചെയ്യുവാൻ, അധ്വാനിക്കാൻ കഴിവുള്ള ധാരാളം ആളുകൾ അവർ മറ്റുള്ളവരെ ആശ്രയിച്ച്, അവരോട് പണം ചോദിച്ച്, അവരോട് കടം വാങ്ങി, അങ്ങനെ മറ്റുള്ളവരെ ആശ്രയിച്ച് സ്വയം അധ്വാനിക്കാതെ ജീവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അതൊന്നും തൗഹീദുള്ള ആളുകൾക്ക് ചേർന്നതല്ല. മറിച്ച് നമുക്ക് അല്ലാഹു നൽകിയ കഴിവുകളെല്ലാം ഉപയോഗപ്പെടുത്തി പരമാവധി അധ്വാനിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുക. എന്നാലും പരസ്പര സഹായവും സഹകരണവും ആവശ്യമുള്ളവരാണ് മനുഷ്യന്മാർ. ആ നിലക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്ന അവസ്ഥകൾ ഉണ്ടാവുന്നത് ഇതിനെതിരല്ല എന്നുകൂടി പ്രത്യേകം മനസ്സിലാക്കുക. അങ്ങനെ അള്ളാഹുവിൻ്റെ ഫضലിനെ, അവൻ്റെ അനുഗ്രഹത്തെ തേടുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകണം. അത് മുവഹിദുകളുടെ അടയാളമാണ്, അവരുടെ പ്രത്യേകതയാണെന്ന് മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.